20 വർഷങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രി ഒരു പെൺകുട്ടിക്ക് നടന്ന ക്രൂരകൃത്യം. 20 വർഷങ്ങൾക്ക് ശേഷം കോടതി മുറിയിൽ അത് തെളിയിക്കപ്പെട്ടാലോ? അതെങ്ങനെയെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ട്രാൻസ്ഫർ ത്രിമൂർത്തിലു എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ രാത്രി സമയം ജോലിക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന പ്രേമ എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. അവളുടെ കയ്യിൽ ഒരു ടോർച്ചുമുണ്ട്. പക്ഷെ പകുതി വഴിയിൽ വെച്ച് അത് ഓഫായി പോകുന്നു. എന്തെന്നറിയാൻ വയ്യാതെ അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു സന്തോഷ് എന്ന പയ്യൻ കാറിൽ വരുന്നത്. സന്തോഷ് പ്രേമയെ കണ്ടതും കാർ നിർത്തുകയും അവളോട് മോശമായി പെരുമാറുവാനായിട്ടും ശ്രമിക്കും. സന്തോഷിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടിയ പ്രേമ നേരെ എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെയുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് നടന്ന കാര്യമൊക്കെ പ്രേമ പറയുന്നു. എന്നിട്ട് അവൾ കംപ്ലൈന്റ് ലെറ്ററും എഴുതി കൊടുക്കുകയാണ്. അതേ സമയമായിരുന്നു ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നത്. ഇൻസ്പെക്ടറിനോട് കോൺസ്റ്റബിൾ നടന്ന കാര്യമൊക്കെ അവതരിപ്പിക്കുന്നു. എന്നാൽ ഇൻസ്പെക്ടർ പ്രേമ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ എഫ്ഐആർ ഫയൽ എടുത്തുകൊണ്ടുവരുവാനായിട്ടാണ് കോൺസ്റ്റബിളിനോട് പറയുന്നത്. ഈ ഇൻസ്പെക്ടർ അവൾക്ക് അനുകൂലമായിട്ട് നിൽക്കില്ല എന്നുള്ള കാര്യം കോൺസ്റ്റബിളിന് മനസ്സിലായി. കോൺസ്റ്റബിൾ ആണെങ്കിലോ എഫ്ഐആർ ഫയൽ എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ എഫ്ഐആർ ഫയലിനുള്ളിൽ ഇൻസ്പെക്ടർ എഴുതുന്നത് പ്രേമ എന്ന പെൺകുട്ടി വേശ്യാവൃത്തി ചെയ്യുന്നവളാണ്. അവൾ സന്തോഷിനൊപ്പം പോയിട്ട് സന്തോഷിനോട് അധികമായിട്ട് കാശ് ആവശ്യപ്പെട്ടു. സന്തോഷ് അത് കൊടുക്കുവാനായിട്ട് തയ്യാറാകാത്തപ്പോൾ അവൾ ശരീരത്തിൽ സ്വയമായിട്ട് മുറിവുണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് എത്തി. അതായിരുന്നു ഇൻസ്പെക്ടർ എഴുതി ചേർത്തത്. അതറിയുന്നതോടുകൂടി കോൺസ്റ്റബിൾ വല്ലാതെ ടെൻഷനാവുകയാണ്. സാറേ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നമുക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നുള്ള കാര്യം കോൺസ്റ്റബിൾ പറയുമ്പോൾ ദേഷ്യം വന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് കോൺസ്റ്റബിളിനെയും പ്രേമയും വിരട്ടുന്നു. പുറത്ത് സന്തോഷ് നിൽക്കുകയാണ്. നീ തന്നെ ഈ പ്രേമയെ അവന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുവാനായിട്ടും ഇൻസ്പെക്ടർ പറയുന്നു. എന്നാൽ അത് കേട്ട് കോൺസ്റ്റബിളിന് വല്ലാതെ ടെൻഷനാവുകയാണ്. കോൺസ്റ്റബിൾ ആണെങ്കിലോ ഇൻസ്പെക്ടറിനെ പേടിച്ച് പേടിച്ച് പ്രേമയും കൂട്ടി സന്തോഷിനടുത്തേക്ക് പോകുന്നു. സന്തോഷും സന്തോഷിന്റെ ഗുണ്ടകളും പുറത്ത് കാറിലുണ്ടായിരുന്നു. എന്നാൽ ആ കോൺസ്റ്റബിൾ ചെയ്യുന്നതോ സന്തോഷിന് പ്രേമയെ വിട്ടുകൊടുക്കാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സന്തോഷിന്റെയും കൂട്ടരെയും നേരെ നീട്ടിയതിനു ശേഷം പ്രേമയോട് രക്ഷപ്പെടുവാനായിട്ടും പറയുന്നു. തോക്ക് കണ്ടതും സന്തോഷിന്റെ കൂട്ടരാണെങ്കിലോ പല വഴിക്ക് ചിതറിയോടുകയാണ്. പ്രേമ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഇൻസ്പെക്ടർ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് കോൺസ്റ്റബിളിന്റെ തലക്കടിച്ച് വീഴ്ത്തുന്നു. കോൺസ്റ്റബിൾ ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. സന്തോഷം കൂട്ടരും പ്രേമയുടെ പിന്നാലെ പോകുന്നു. പ്രേമ ഓടിക്കയറുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കാടിനുള്ളിലേക്കാണ്. ഓടിയോടി സന്തോഷം കൂട്ടരും വന്നെത്തുന്നത് വലിയൊരു വെള്ളച്ചാട്ടത്തിനടുത്തേക്കും. പ്രേമയെ അവിടെ ഒന്നും കാണുന്നില്ല. മിക്കവാറും അവൾ ഈ വെള്ളച്ചാട്ടത്തിൽ തന്നെ വീണ് കാണുമെന്ന് കരുതി സന്തോഷം കൂട്ടരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ബോധം വന്ന കോൺസ്റ്റബിളിന് ആകെ സങ്കടം. പ്രേമയെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് കോൺസ്റ്റബിൾ കരുതുന്നതും. കോൺസ്റ്റബിളിന് വല്ലാതെ കുറ്റബോധം കാരണം ഒരുപാട് കരയുന്നു. മാത്രമല്ല പ്രേമയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ കാരണം കോൺസ്റ്റബിളിന് ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്യുന്നു. അതോടുകൂടി അയാൾ മരണപ്പെട്ടു പോവുകയാണ്. ആ സീൻ അവിടെ കട്ടായി കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു ടീമിനെയാണ് കാണിക്കുന്നത്. ഒരു പെൺകുട്ടിയെ അവർ കിഡ്നാപ്പ് ചെയ്യുന്നു. അവരുടെ വാനിൽ തന്നെ ഒരുപാട് ചോക്ലേറ്റുകളും ഒരുപാട് സ്നാക്സുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കുട്ടികളെയൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്നത്. എന്തെന്നാൽ പോകുന്ന വഴിയിൽ അച്ഛനെ കാണണം അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കരയുമ്പോഴോ ഈ മുട്ടായിയും സ്നാക്സും ഒക്കെ എടുത്തു കൊടുത്താണ് അവരെ സമാധാനിപ്പിക്കുന്നത്. ആ ഒരു പെൺകുട്ടിയെ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് വളരെ കൂളായിട്ടിരുന്നാണ് മിഠായികളൊക്കെ കഴിക്കുന്നത്. എന്താ നിനക്ക് പേടിയില്ലേ? നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് അവർ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എന്റെ അച്ഛനെ മോസ്റ്റ് അൺവാണ്ടഡ് പോലീസാണ്. അങ്ങനെയുള്ള ആളിന്റെ മകളെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ആ പെൺകുട്ടി പറയുന്നു. അത് കേട്ടതും കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ കരുതുന്നത് വല്ല എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിന്റെയും മകളായിരിക്കുമോ എന്ന് കരുതി ആ കുട്ടിയെ അവിടെ ഇറക്കി വിടാമെന്നൊക്കെ അവർ പറയുന്നു. എന്നാൽ വാൻ ഓടിക്കുന്ന ആൾ പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനെ വെറും ഒരു കോൺസ്റ്റബിൾ ആണ്, എന്നിട്ടാണ് ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നത് എന്നായിരുന്നു ഡ്രൈവറിന്റെ മറുപടി. മാത്രവുമല്ല ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുവാനായി ഏർപ്പാടാക്കിയത് തന്നെ മറ്റൊരു പോലീസാണെന്ന് കൂടി ആ വാൻ ഡ്രൈവർ പറയുന്നു. അത് കേട്ടതോടുകൂടി കൂടെ ഉണ്ടായിരുന്നവർ ചോദിക്കുന്നത്, അല്ല, കൂടെയുള്ള പോലീസുകാർ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിന്റെ മകളെ കടത്തിക്കൊണ്ട് പോകുവാനായിട്ട് കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ നിന്റെ അച്ഛൻ അത്ര വലിയ പുള്ളിയാണോ എന്ന് ചോദിക്കും. അതെ, എന്റെ അച്ഛന് ഒരുപാട് ട്രാൻസ്ഫറുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്റെ അച്ഛൻ എന്നുള്ള കാര്യം കുട്ടി പറയുന്നു. അല്ല, നിന്റെ അച്ഛനെ ഇത്രയ്ക്കധികം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിന്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് അവർ ചോദിക്കുമ്പോൾ എന്താണ് കാരണമെന്നുള്ളത് കുട്ടി കഥ പറയുവാനായി ആരംഭിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഒരു നാട്ടിലെ പോലീസ് സ്റ്റേഷൻ. അവിടേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥൻ ചെക്കിങ്ങിനായിട്ട് എത്തുന്നുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ ആകെയുള്ളത് 5 പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഉയർന്ന ഉദ്യോഗസ്ഥൻ വരുമ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ
രണ്ടുപേര് പ്രതികളെയും കൊണ്ട് കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഒരാൾ ഇപ്പോൾ വരുമെന്ന് പറയുമ്പോൾ ദേ നമ്മുടെ കഥാനായകനായ മൂർത്തി വരുന്നു. മൂർത്തി ആ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആണ്. മൂർത്തി വന്ന ഉടനെ സാറേ, സാറിന്റെ വീട്ടിലേക്കുള്ള മലക്കറികളെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേൾക്കുന്നതോടുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലായി. ഇൻസ്പെക്ടർ തന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺസ്റ്റബിളിനെ ഉപയോഗിക്കുന്നതെന്ന്. ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടറിനെ ഒരുപാട് വഴക്ക് പറയുന്നു. എക്സ്പ്ലനേഷൻ എഴുതി തരണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഇനി എന്ത് എഴുതി കൊടുക്കാനാ എന്ന് ഇൻസ്പെക്ടർ ചിന്തിക്കുന്നു. സാറൊരു കാര്യം ചെയ്, പിടികിട്ടാ പുള്ളികളെ ഞാൻ ഫോളോ ചെയ്തു പോയി. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച ട്രിക്കാണിതെന്നൊക്കെ അങ്ങ് സാറ് കള്ളം പറയുന്നാണ് മൂർത്തിയുടെ മറുപടി. സാറേ, ഇനി എന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുതേ എന്ന് കൂടി മൂർത്തി പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ അത് കേൾക്കുമോ? ഇല്ല. ഇൻസ്പെക്ടർ വീണ്ടും തന്റെ വീട്ടിലെ എല്ലാ ജോലികളും മൂർത്തിയെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നു. പച്ചക്കറികൾ അരിയുന്നത് മുതൽ വീട് തൂക്കുക, തുടയ്ക്കുക, തുണി കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കും. തന്റെ ഭാര്യയ്ക്ക് ഒരു ഹെൽപ്പറായിട്ടാണ് മൂർത്തിയെ നിർത്തിയിരിക്കുന്നത്. മൂർത്തിക്കാണെങ്കിലോ ആകെ സങ്കടവും. മാത്രവുമല്ല, ഈ ഇൻസ്പെക്ടറിന്റെ വീട്ടിൽ മക്കളെ ആരെയും കാണുന്നില്ല. എന്താ നിങ്ങളുടെ മക്കളൊന്നും ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ നടക്കുന്നില്ല എന്നായിരുന്നു ഭാര്യയുടെ മറുപടി. അതിന് മൂർത്തി കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഹെൽത്ത് ടിപ്സ് ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഹെൽത്ത് ടിപ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ. നിങ്ങളുടെ ഭർത്താവ് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നുണ്ട്. ഈ കൈക്കൂലി കൊടുക്കുന്നവരെല്ലാവരും മനസ്സെരിഞ്ഞ് ശപിച്ചുകൊണ്ടാ കൊടുക്കുന്നത്. ആ ശാപമെല്ലാം നിങ്ങൾക്ക് കാണില്ലേ? അതുകൊണ്ടാ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകാത്തത്. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഈ ഒരു ഹെൽത്ത് ടിപ്സ് ഫോളോ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നല്ല കാര്യങ്ങൾ കൂടി ചെയ്. മറ്റുള്ളവർക്ക് നന്മ വരുന്ന പല കാര്യങ്ങളും ചെയ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യം മൂർത്തി പറയുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് മൂർത്തി തന്റെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെ സാധനങ്ങളെല്ലാം ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും മകൾ കഷ്ടപ്പെട്ട് പാഠപുസ്തകമൊക്കെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നു. മൂർത്തിയുടെ വീട്ടിൽ ഭാര്യയും മകളുമാണുള്ളത്. കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്കടുത്തേക്ക് എത്തുന്ന മൂർത്തി, നീ എന്താ സാധനങ്ങളൊന്നും മാറ്റി വെക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ മാറ്റിവെക്കുന്നത്, ഉടനെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്ന് ഭാര്യ മൂർത്തിയെ കളിയാക്കുന്നു. മൂർത്തിക്ക് ഈ ഒരു ട്രാൻസ്ഫർ സ്ഥിരമാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അടുത്ത ദിവസം മൂർത്തി സ്റ്റേഷനിലേക്ക് എത്തുന്നു. സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ഒരു സ്ത്രീ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ എന്താ കാരണമെന്ന് മൂർത്തി അന്വേഷിക്കുമ്പോൾ, എന്റെ ഭർത്താവ് 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് തല്ലുന്നു. കള്ളു കുടിക്കുവാനായിട്ടാ അയാൾ കാശ് ചോദിക്കുന്നത്. സാറന്മാരൊന്ന് വിരട്ടിയിരുന്നെങ്കിൽ അയാളൊന്ന് നേരെയായേനെ എന്ന് പറഞ്ഞാണ് അവർ കരയുന്നത്. ഒരു കാര്യം ചെയ്, നീ ആ 100 രൂപ എനിക്ക് താ. നിന്റെ ഭർത്താവിനെ ഞാൻ വിരട്ടാം. ഇനി നിന്റെ ഭർത്താവ് നിന്നെ തല്ലത്തേയില്ല എന്ന് മൂർത്തി പറയുന്നു. അത് കേൾക്കുന്ന ഹെഡ് കോൺസ്റ്റബിളിന് വല്ലാതെ ദേഷ്യം വരികയാണ്. ഹെഡ് കോൺസ്റ്റബിളിന് കിട്ടേണ്ട കാശായിരുന്നു മൂർത്തി ഒപ്പിച്ചതെന്നോർത്താണ് അയാൾക്ക് ദേഷ്യം വരുന്നത്. സ്റ്റേഷനകത്തേക്ക് ചെല്ലുമ്പോൾ ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എവിടേക്ക് പോകുവാനായിട്ട് ഇറങ്ങുകയാണ്. എവിടേക്കാ പോകുന്നതെന്ന് മൂർത്തി ചോദിക്കുമ്പോൾ, ഒരു പാർട്ടി സമ്മേളനം നടക്കുകയാണ്, അവിടേക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോവുക, നീയും വാ എന്ന് പറഞ്ഞ് മൂർത്തിയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ സീൻ അവിടെ കട്ടായി പാർട്ടി നേതാവായ കമലമ്മയാണ് കാണിക്കുന്നത്. കമലമ്മയാണ് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. കമലമ്മയുടെ മകന് മുഖ്യമന്ത്രിയാകണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമലമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമലമ്മ തന്റെ മകനെ മുഖ്യമന്ത്രിയാക്കുവാനായി നോക്കുകയാ. താമസിക്കാതെ ഈ കമലമ്മ പ്രധാനമന്ത്രിയാകും. എന്തൊക്കെയാ ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വനിതാ കോൺസ്റ്റബിളും മൂർത്തിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാ. നമ്മൾ വന്ന ജോലി എന്താ, പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഇത് മാത്രം ചെയ്തിട്ട് പോവുക എന്നുള്ള കാര്യമൊക്കെ വനിതാ കോൺസ്റ്റബിൾ പറയുന്നു. അതേ സമയമായിരുന്നു മൂർത്തിക്കടുത്തേക്ക് സ്വീറ്റി എന്ന റിപ്പോർട്ടർ വരുന്നത്. ഈ സ്വീറ്റി മൂർത്തിക്കൊപ്പം പഠിച്ചതാണ്. സ്വീറ്റി ഇപ്പോൾ റിപ്പോർട്ടറായി വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള കഷ്ടപ്പാടൊക്കെ മൂർത്തിയോട് പറയുന്നു. പ്രൊമോഷനും ഒന്നും കിട്ടില്ല, ശമ്പള വർധനവും ഇല്ല, ഇങ്ങനെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവൾ അവളുടെ സങ്കടം പറയും. ജോലിയുള്ളത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് കമലമ്മയുടെ എതിരാളിയായ രവിയെ കാണിക്കുന്നു. കമലമ്മയും കൂട്ടരും പല തന്ത്രങ്ങളും പ്രയോഗിച്ചാണ് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഇത്രയ്ക്കും പ്രാധാന്യം അവർക്ക് കിട്ടുന്നതും. പക്ഷേ അതുപോലെ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാനൊന്നും രവിക്കും കൂട്ടർക്കും കഴിയുന്നതേയില്ല. ആ സീൻ അവിടെ കട്ടായി. കമലമ്മയും പിയയും കാറിൽ പോകുന്ന സമയം കമലമ്മ പിയയോടായി ചോദിക്കുന്നുണ്ട്, നാളെ എന്റെ മകൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രസംഗിക്കുവാനായി പോവുകയാണ്. ആ വേദിയിൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ആളുകൾ കുറച്ചുപേർ ആ കൂട്ടത്തിൽ കാണും. എന്നിട്ട് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എതിർ പാർട്ടിയുടെ പേരും പറഞ്ഞ് മകന് നേരെ മുട്ട എറിയുന്നു. എല്ലാവരും കരുതും ഇത് എതിർ പാർട്ടിക്കാർ ചെയ്തതാണെന്ന്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നതാണല്ലോ. അതിന് കമലമ്മയുടെ മറുപടി, എന്റെ മകന് നേരെ ആയിരിക്കരുത് മുട്ട എറിയേണ്ടത്, എനിക്ക് നേരെ
നേരെ എറിയണം. ഞാനപ്പോൾ സ്റ്റേജിൽ വീഴും. എതിർ പാർട്ടിക്കാരാണത് ചെയ്തതെന്ന് കരുതി ജനങ്ങൾക്കിടയിൽ ഒരു സിമ്പതി ഉണ്ടാകുന്നു. ആ ഒരു സിമ്പതിയിലൂടെ നമുക്ക് കുറച്ച് വോട്ടും കിട്ടും. എന്റെ മകൻ വിജയിക്കുകയും ചെയ്യും എന്നതായിരുന്നു കമലമ്മയുടെ പ്ലാൻ. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അടുത്ത ദിവസം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രസംഗിക്കുവാനായിട്ടും വോട്ട് ചോദിക്കുവാനായിട്ടും കമലമ്മയുടെ മകനായ സന്തോഷ് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സന്തോഷിന് ഇവരുടെ പ്ലാനൊന്നും അറിയത്തില്ലല്ലോ. കമലമ്മയും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും പ്രതികരിക്കരുതെന്ന് മാത്രം തന്റെ മകനോട് കമലമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മീറ്റിംഗും ആരംഭിക്കുന്നു. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറേ പോലീസുകാരും എത്തിയിട്ടുണ്ട്. മീറ്റിംഗ് തുടങ്ങുന്ന സമയം തന്നെ കമലമ്മ പോലീസുകാർക്ക് ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലോ കോൺസ്റ്റബിളിനും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ബാക്കിയുള്ള പോലീസുകാരെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുവാനായിട്ടും ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് എല്ലാ പോലീസുകാരും അവിടെ നിന്ന് മാറും. പക്ഷേ മൂർത്തി മാത്രം മാറുന്നില്ല. വനിതാ കോൺസ്റ്റബിൾ വന്ന് മൂർത്തിയെ വിളിക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്നതല്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിന്ന് മാറുന്നത് എന്നതായിരുന്നു മൂർത്തിയുടെ മറുപടി. ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോകണമെന്നും വനിതാ കോൺസ്റ്റബിൾ ആവശ്യപ്പെടുന്നു. പോകുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന കുറച്ചുപേരെ മൂർത്തിക്ക് സംശയം തോന്നുന്നത്. അവരുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നുന്നു. എന്തോ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് എന്ന തോന്നൽ മൂർത്തിക്കുണ്ടാകും. മൂർത്തി ഉടനെ തന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകൾക്കടുത്തേക്ക് എത്തിയിട്ട് ലൈറ്റ് ഓൺ ആക്കുവാനും ഓഫ് ആക്കുവാനായും പറയുന്നു. ഓഫ് ആകുന്ന ആ ഒരു ഗ്യാപ്പിൽ അവിടെയുണ്ടായിരുന്ന ഗുണ്ടകളെ എല്ലാവരെയും അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്. അവർ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും തന്നെ മീറ്റിംഗിൽ നടന്നില്ല. എന്നാൽ പോകുവാനായി ഇറങ്ങുന്ന സമയം കമലമ്മയെ അപമാനിക്കുക ഇതായിരുന്നു നെക്സ്റ്റ് പ്ലാൻ. അതനുസരിച്ച് ഒരു ഗുണ്ട അവിടെ നിന്ന് കമലമ്മ പോകുവാനായി ഇറങ്ങുമ്പോൾ കമലമ്മയെ അപമാനിക്കുവാനായി ശ്രമിക്കും. എന്നാൽ ഇത് മൂർത്തി കണ്ടുകൊണ്ടുവരുന്നു. മൂർത്തി അയാളെ അടിച്ച് ചിതറിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും അടിച്ചോടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കമലമ്മയെ സേഫായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് കയറ്റുകയും കമലമ്മയ്ക്ക് ഒരു സല്യൂട്ടും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കമലമ്മ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവത്തിൽ ബാക്കിയുള്ള പോലീസുകാർക്ക് എല്ലാവർക്കും മൂർത്തിയോട് വല്ലാതെ ദേഷ്യം തോന്നുകയാണ്. കമലമ്മയുടെ വീട്ടിലും അടുത്ത ദിവസം ചർച്ച നടക്കുന്നു. നമ്മുടെ പ്ലാൻ പാളിപ്പോകുവാനായിട്ട് ആരാ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ, മൂർത്തി എന്നാണ് അയാളുടെ പേരെന്നും PA പറയുന്നു. എന്നാൽ ഇത് കേട്ട് സന്തോഷ് പറയുന്നത്, നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്തോ ഏത് പ്ലാൻ ചെയ്തോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് പ്ലാൻ ചെയ്താലും അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണമെന്ന് സന്തോഷ് പറയുന്നു. അത് കേട്ടതോടുകൂടി കമലമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ഈ ഒരു നാട്ടില് സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസുകാരനും വേണ്ട എന്നുള്ള കാര്യം കമലമ്മ PAയോട് പറയുന്നു. സ്റ്റേഷനിലേക്ക് എത്തുന്ന മൂർത്തിയെ ഇൻസ്പെക്ടർ അകത്തേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നു. മൂർത്തിയോട് ദേഷ്യപ്പെടുമെന്ന് കരുതിയപ്പോൾ മൂർത്തിയോട് സന്തോഷത്തിലൊരു കാര്യം തുറന്നു പറയുകയാണ്. നീ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് എന്റെ ഭാര്യ ഗർഭിണിയായി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇന്നലെ നടന്ന സംഭവത്തിൽ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സന്തോഷ വാർത്ത കേട്ടതോടുകൂടി ആ ഒരു ദേഷ്യം അങ്ങ് പോയി. നിന്നെ എന്തായാലും ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് മുകളിൽ നിന്ന് ഉത്തരവുണ്ടാകും. ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് അതൊന്ന് തടയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ ഇൻസ്പെക്ടർ പറയുന്ന അതേ സമയത്തായിരുന്നു മൂർത്തിയെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഓർഡർ വരുന്നത്. അതോടുകൂടി ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലായി. മൂർത്തി ട്രാൻസ്ഫർ പേപ്പറും വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഭാര്യയ്ക്ക് ഇതൊക്കെ മുൻപേ അറിയാവുന്നത് കൊണ്ടാണ് സാധനങ്ങളൊന്നും മാറ്റിവെക്കാത്തത്. അതേപോലെ തന്നെ സാധനങ്ങളും എടുത്ത് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. പുതിയ നാട്, പുതിയ സ്റ്റേഷൻ. ജോലിക്കായും എത്തുകയാണ് മൂർത്തി. എന്നാൽ മൂർത്തിയോട് അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, ദേ നീ ആ കാണുന്ന കസേരയിൽ പോയി ഇരിക്കുവാനായിട്ടാണ്. മൂർത്തി കുറേ നേരം അവിടെ ഇരിക്കുന്നു. ഒരു ജോലി പോലും മൂർത്തിക്ക് കൊടുക്കുന്നതേയില്ല. അവിടെയുണ്ടായിരുന്നത് ഒരു വനിതാ ഇൻസ്പെക്ടറാണ്. ഇൻസ്പെക്ടറിനടുത്ത് ചെന്നിട്ട്, എന്താ മാഡം എനിക്ക് ജോലി തരാത്തത്? ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ, ഞങ്ങൾ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. ജോലി എന്ത് തരണം ഏത് തരണം എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ വഴക്ക് പറയുന്നു. എനിക്ക് വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങുവാനായിട്ട് കഴിയില്ല മാഡം എന്നൊക്കെ മൂർത്തി പറയുമ്പോഴും അതൊന്നും കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. എവിടെ പോയിരിക്കാനാണോ പറഞ്ഞത് അവിടെ തന്നെ പോയിരിക്കുവാനായിട്ടും മൂർത്തിയോട് ആവശ്യപ്പെടുന്നു. മാഡം ഞാൻ വന്നപ്പോൾ മുതൽ കാണുകയാണ്, ഒരമ്മ പരാതി കൊടുക്കുവാനായിട്ട് പുറത്ത് വന്നിരിക്കുന്നു. ആ അമ്മയുടെ പരാതി ഒന്ന് കേൾക്കണമെന്നൊക്കെ ആ മാഡത്തിനോട് പറയുന്നു. അങ്ങനെ അവർ ആ ഒരു അമ്മയെ അകത്തേക്ക് വിളിച്ച് എന്താണ് കാര്യമെന്നും അന്വേഷിക്കും. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങുന്ന മൂർത്തിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, നാളെ മുതൽ നിനക്ക് ഇവിടെയല്ല ഡ്യൂട്ടി, പഴയ പോലീസ് സ്റ്റേഷനിലാണ്. പഴയ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ റെക്കോർഡ് റൂം ആക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ പോലീസ് സ്റ്റേഷനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. സ്ഥലം കേട്ടതോടുകൂടി മൂർത്തിക്ക് ഒരുപാട് സന്തോഷമാകും. കാരണം മൂർത്തിയുടെ അച്ഛൻ പണ്ട് വർക്ക് ചെയ്തിരുന്നത് ആ പഴയ പോലീസ് സ്റ്റേഷനിലാണ്. എന്നാൽ ഇപ്പോൾ അത് റെക്കോർഡ് റൂമായി മാറിയിരിക്കുകയാണല്ലോ. ആ റെക്കോർഡ് റൂം നോക്കേണ്ട ഡ്യൂട്ടി മൂർത്തിക്കും കിട്ടിയിരിക്കുന്നു. തന്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ സന്തോഷമായിരുന്നു മൂർത്തിക്ക്. മൂർത്തിയുടെ അച്ഛൻ മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ പ്രേമ എന്ന പെൺകുട്ടിയെ രക്ഷിച്ച കോൺസ്റ്റബിളില്ലേ, ആ കോൺസ്റ്റബിളിന്റെ മകനാണ് മൂർത്തി. മൂർത്തി സന്തോഷത്തോടു കൂടിയാണ് അവിടേക്ക് പോകുന്നതും. റെക്കോർഡ് റൂമെല്ലാം പൊടിയടിച്ച് കിടക്കുകയാണ്. അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം മൂർത്തിയുടെ അച്ഛൻ
അച്ഛൻ എഴുതിയിരുന്ന ഒരു കംപ്ലൈന്റ് പേപ്പർ കിട്ടുന്നു. അതിൽ ആ പ്രേമ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കംപ്ലൈന്റ് ഇല്ലേ, അതാണ് മൂർത്തിയുടെ അച്ഛൻ എഴുതിയിരുന്നത്. അതും അയാളുടെ കൈയക്ഷരത്തിൽ. ആ കംപ്ലൈന്റ് ലെറ്റർ വായിച്ചു നോക്കുകയാണ് മൂർത്തി ചെയ്യുന്നത്. അതോടുകൂടി അച്ഛന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും മൂർത്തി തീരുമാനിക്കുന്നു. ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാത്തതിന്റെ സങ്കടം മരിക്കുന്ന സമയത്തും അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് തെളിയിക്കണമെന്നും മൂർത്തി തീരുമാനിക്കും. അന്ന് ആ ഒരു കേസ് വഴിതിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കുകയാണ് മൂർത്തി. അതിൽ നിന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയക്കാരനാണെന്നും കാശിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നും മൂർത്തിക്ക് മനസ്സിലായി. ആ ലെറ്ററിൽ പറയുന്ന സന്തോഷിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മൂർത്തി വിളിക്കുന്നത് തന്റെ കൂട്ടുകാരിയെ സ്വീറ്റിയാണ്. കമലമ്മയുടെ മകനായിട്ടുള്ള സന്തോഷിനെ കുറിച്ചാണ് മൂർത്തി അന്വേഷിക്കുന്നത്. സന്തോഷിന്റെ പേരിൽ അങ്ങനെ കേസുകളൊന്നുമില്ല. പക്ഷേ സ്ത്രീകളെയും കുട്ടികളെയും വെച്ച് കച്ചവടമൊക്കെ നടത്തുന്ന പരിപാടി സന്തോഷിനുണ്ടെന്നുള്ള കാര്യം സ്വീറ്റി പറയുന്നു. പക്ഷേ ആരും അവർക്കെതിരെ പ്രതികരിക്കില്ല എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. എങ്ങനെയെങ്കിലും ഇത് തെളിയിക്കണമെന്നും അയാൾ തീരുമാനിക്കുന്നു. ഉടനെ തന്നെ മൂർത്തി കംപ്ലൈന്റ് ലെറ്ററുമായിട്ട് തന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. ഭാര്യ ഒരു ലെറ്റർ കാണിക്കുന്നു. ഈ ഒരു കേസ് തനിക്ക് തെളിയിക്കണമെന്നും മൂർത്തി പറയുകയാണ്. അതേസമയം ആ ഒരു കേസ് അന്വേഷിക്കുന്നതിൽ നിന്നും 3 തരത്തിലാണ് ആ പെൺകുട്ടിയെ ചിത്രീകരിച്ചത് എന്നുള്ള കാര്യം മൂർത്തിക്ക് മനസ്സിലായി. ഒന്നാമത്തേത്, കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് ഒരു പെൺകുട്ടി വന്നു. തന്നോട് സന്തോഷം മോശമായിട്ട് പെരുമാറി എന്നുള്ള നിലയിൽ. രണ്ടാമത്, പോലീസുകാരൻ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് അവൾ മോശമായ പ്രവൃത്തി ചെയ്യുന്ന ആളാണെന്നും സന്തോഷിനോട് അവൾ മോശമായി പെരുമാറുവാനായി ശ്രമിച്ചെന്നും അധികമായിട്ട് കാശ് ഈടാക്കി എന്നതൊക്കെയായിരുന്നു. അവസാനമായിട്ട് അവളെക്കുറിച്ച് വന്നിരിക്കുന്നത് ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് അവളുടെ മുത്തശ്ശൻ കൊടുത്ത കംപ്ലൈന്റും. ഇത് മൂന്നുമാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ദിവസം മൂർത്തി എത്തുന്നത് പ്രേമയുടെ മുത്തശ്ശനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കൊച്ചുമകളെ കാണാതായിട്ട് 20 വർഷമായില്ലേ? ആ ഒരു കേസ് അന്വേഷിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ പറയുന്ന പ്രതികൾക്ക് ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കുമെന്ന് മൂർത്തി പറയുമ്പോൾ ഉടനെ തന്നെ മുത്തശ്ശന്റെ മറുപടി പ്രേമ മരിച്ചിട്ടില്ല, പ്രേമ ജീവനോടുകൂടി ഉണ്ട് എന്നതായിരുന്നു. ഇത്രയും വർഷമായിട്ട് മുത്തശ്ശൻ മറച്ചുവെച്ച ആ ഒരു സത്യം എന്തിനാണ് തന്നോട് തുറന്നു പറഞ്ഞതെന്ന് മൂർത്തി ചോദിക്കുമ്പോൾ, നിന്റെ അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു വിശ്വാസത്തിനാലാണ് ഞാൻ നിന്നോടതൊക്കെ തുറന്നു പറഞ്ഞതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുന്നു. പ്രേമ ഇപ്പോൾ ഉള്ളത് പാർവതിയമ്മയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞ് പാർവതിയമ്മയുടെ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നു. നേരെ മൂർത്തി എത്തുന്നത് പാർവതിയമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെയാണ് ഇപ്പോൾ പ്രേമ ഉള്ളത്. പ്രേമ ആ ഒരു സംഭവത്തിന് ശേഷം അതിൽ നിന്നും ഇന്ന് വരെയായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. അവൾ ആ ഒരു ഷോക്കിൽ തന്നെയാണ് ജീവിക്കുന്നത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പ്രേമ തുറന്നു പറയുന്നു. അന്നേ ദിവസം രാത്രി ടോർച്ചുമായിട്ട് നടന്നു വരുന്ന വഴിയിൽ ടോർച്ച് ഓഫായി പോകുന്നു. വഴിയിൽ വെച്ച് കമലമ്മയുടെ മകനായ സന്തോഷിനെ കാണുകയാണ്. സന്തോഷ് അവളോട് വണ്ടിയിൽ കയറുവാനായിട്ട് ആവശ്യപ്പെടും. രാഷ്ട്രീയക്കാരുടെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പെക്റ്റിലാണ് അവൾ സംസാരിച്ചതും. എന്നാൽ ഒരു ഘട്ടത്തിൽ അവളെ ബലമായി കാറിലേക്ക് പിടിച്ചു കയറ്റുന്നു. എന്നിട്ടൊരു കാട്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ ക്രൂരമായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൾ മരിച്ചുവെന്ന് കരുതിയാണ് സന്തോഷം കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. ബോധം വന്നപ്പോഴാണ് അവൾ എഴുന്നേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതും. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നാണ് പ്രേമ തുറന്നു പറയുന്നത്. മാത്രവുമല്ല, വലിയ രാഷ്ട്രീയ കുടുംബമായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കേസും കാര്യങ്ങളുമായിട്ട് നടക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പ്രേമ കരയുന്നു. മൂർത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കംപ്ലൈന്റ് പേപ്പർ കത്തിച്ചതിന് ശേഷം, ഇനി നിങ്ങൾക്ക് ഞാൻ നീതി വാങ്ങിത്തരും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മൂർത്തി അവിടെ നിന്ന് പോകുന്നത്. മൂർത്തി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം കമലമ്മയും മകനെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ അന്വേഷിക്കുകയാണ്. കമലമ്മയ്ക്കും സന്തോഷിനുമെതിരെ നിൽക്കണമെങ്കിൽ എതിർ പാർട്ടിയായ രവിയെ കൂട്ടുപിടിക്കണമെന്നും തീരുമാനിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സന്തോഷ് ഒരു പ്രസ് മീറ്റ് നടത്തുകയാണ്. ആ പ്രസ് മീറ്റിൽ വന്നിട്ടുള്ള മീഡിയക്കാരെല്ലാവരും സന്തോഷിന്റെ മനുഷ്യക്കടത്തിനെ കുറിച്ചും 20 വർഷം മുൻപ് നടന്ന ആ ഒരു പ്രേമയുടെ കേസിലെ അതിനെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്നു. സന്തോഷിന് അതിനൊന്നും അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു. ആ ഒരു കാര്യം വലിയ വിഷയമാവുകയാണ്. എതിർ പാർട്ടിക്കാരനായ രവി അത് വലിയ വിഷയമാക്കുകയാണ്. ചാനൽ ചർച്ചകളൊക്കെ നടത്തുന്നു. അതോടുകൂടി കോടതി ആ ഒരു 20 വർഷം മുൻപ് നടന്ന കേസ് റീഓപ്പൺ ചെയ്യുവാനായിട്ടും ഉത്തരവിടും. കമലമ്മയാണെങ്കിലോ പല വക്കീലന്മാരെയും വീട്ടിൽ വിളിച്ച് ചർച്ച നടത്തുകയാണ്. ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യാനെന്നായിരുന്നു സന്തോഷിന്റെ മറുപടിയും. ആ ഒരു റെക്കോർഡ് റൂം തീ കത്തിക്കുവാനായിട്ടും കമലമ്മയും കൂട്ടരും തീരുമാനിച്ച് പഴയ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിക്കുന്നു. അയാൾ വന്നിട്ട് റെക്കോർഡ് റൂം തീയിട്ട് കളയുകയാണ്. എന്നിട്ട് നേരെ മൂർത്തിക്കടുത്തേക്കും വരുന്നു. മൂർത്തിയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായി. ഇനി നീ ഇതിന് മുൻകൈയെടുത്ത് നിന്നു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും, നിന്റെ കുട്ടിയെ ഞാൻ കടത്തിക്കൊണ്ടു പോകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. പക്ഷെ അതിനു മുൻപായിട്ട് മൂർത്തി തന്റെ ഫാമിലിയെ സേഫ് ആയിട്ട് മാറ്റിയിരുന്നു. അതിനുശേഷം വരുന്നത് തന്റെ അച്ഛനൊപ്പം അന്ന് വർക്ക് ചെയ്തിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയം സ്റ്റേഷനിലില്ലായിരുന്നു, ഞാൻ പ്രതികളെയും കൊണ്ട് കോടതിയിലേക്ക് പോയിരുന്ന സമയമാണ് ഇതൊക്കെ നടന്നതെന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതേസമയം ലോക്കപ്പിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയുമെന്നുള്ള കാര്യം മൂർത്തിയോട് പറയും.
അപ്പോഴേക്കും മൂർത്തിയുടെ വീടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ലളിതയ്ക്ക് പ്രസവ വേദന വന്നിരുന്നു. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ അതേ ഗ്യാപ്പിൽ തന്നെ മൂർത്തിയുടെ മകളെയും കുറച്ചുപേർ കടത്തിക്കൊണ്ടു പോവുകയാണ്. ഈയൊരു വിവരം മൂർത്തി അറിയും. മൂർത്തി ഉടനെ തന്നെ വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. എന്നിട്ട് ലളിതയുടെ ഭർത്താവിനെ കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന ആ കള്ളന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ അറിയുമോ എന്ന് ചോദിക്കുന്നു. ലളിതയുടെ ഭർത്താവ് പണ്ട് മോഷണമൊക്കെ ചെയ്തിരുന്ന ആളാണ്. ലളിതയുടെ ഭർത്താവിന് ഫോട്ടോ കാണിച്ച ആളിനെ നന്നായിട്ട് അറിയാം. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്, നിന്റെ മകളെ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്, നീ ഇപ്പോഴും ഈ ഒരു കേസിന് പിന്നാലെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ടെന്ന് പറയും. മൂർത്തിയെ വന്ന് വിരട്ടിയ ആ ഒരു പഴയ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, അയാൾ ACP ആണ്. ACPയുടെ കൊച്ചുമകളെ മൂർത്തി കടത്തിക്കൊണ്ടുപോയി. എന്നിട്ട് ACPയെ വിളിച്ചിട്ട്, എന്റെ മകളെ നീ വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കൊച്ചുമകളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു വിരട്ടും. എന്നാൽ അത് കേട്ട് പേടിച്ച ACP മൂർത്തിയുടെ മകളെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പകരം ACPയുടെ കൊച്ചുമകളെയും തിരികെ കൊടുക്കുന്നു. അതോടുകൂടി ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. അതേസമയം തന്നെയായിരുന്നു മൂർത്തി ആ ഒരു കള്ളനിലെ അയാളെ കണ്ടെത്തിയിരുന്നു. അയാളെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പ്രേമയുടെ കേസ് തെളിയിക്കാൻ കഴിയുമല്ലോ. എന്നാൽ ഈ ഒരു വിവരം സന്തോഷും കൂട്ടരും അറിയും. സന്തോഷും കൂട്ടരും ആ കള്ളനെ കടത്തിക്കൊണ്ടു പോവുകയും കള്ളന്റെ കഥ കഴിക്കുകയും ചെയ്യുന്നു. മൂർത്തി ഇനി എന്ത് ചെയ്യുമെന്നാണ് കമലമ്മയും സന്തോഷം ചിന്തിക്കുന്നത്. അങ്ങനെ കേസ് കോടതിയിലേക്ക് എത്തുന്ന ദിവസമെത്തി. ആദ്യമായിട്ട് ഹാജരാക്കിയിരിക്കുന്നത് മൂർത്തിയാണ്. മൂർത്തിയാണല്ലോ ഈ ഒരു കേസിന് പിന്നാലെ നടക്കുന്നതും. മൂർത്തിക്ക് ഒരുപാട് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം കമലമ്മയുടെ വക്കീൽ വാദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടും മതിയായില്ലേ, എന്തിനാ ആവശ്യമില്ലാതെ തെളിവൊന്നുമില്ലാതൊരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്നൊക്കെ ജഡ്ജി ചോദിക്കുന്നു. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. തെളിവുകളും സാക്ഷികളും ഒന്നും തന്നെയില്ലല്ലോ. പക്ഷേ ഒരു സാക്ഷിയെ മൂർത്തി കൊണ്ടുവരുന്നു. അത് മറ്റാരുമല്ല, മൂർത്തിയുടെ അച്ഛനൊപ്പം വർക്ക് ചെയ്തിരുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ലേ, അയാളെ തന്നെയാണ്. അയാളുടെ പേര് ശങ്കർ എന്നാണ്. അയാൾ അന്നേ ദിവസം ഡ്യൂട്ടിക്കില്ലായിരുന്നു. അന്നത്തെ ഡ്യൂട്ടി ബുക്കില് ശങ്കറിന്റെ പേരുമുണ്ട്, ശങ്കറിന്റെ ഒപ്പുമുണ്ട്. പക്ഷേ ശങ്കർ അന്നേ ദിവസം സ്റ്റേഷനിലില്ലായിരുന്നു. ഈ ഒരു കാര്യം മറ്റാർക്കും അറിയത്തില്ലല്ലോ. ശങ്കറിനെ കോടതിയിലേക്ക് കൊണ്ടുവന്ന മൂർത്തി ശങ്കറിനെ കൊണ്ട് കള്ളസാക്ഷി പറയിക്കുന്നു. അതെ, സന്തോഷ് തന്നെയാണ് പ്രേമയെ നശിപ്പിച്ചത്. 2 തവണ അവളോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യമൊക്കെ ശങ്കർ പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന സന്തോഷ്, എന്തിനാടാ കള്ളം പറയുന്നത്, 2 തവണയോ, ഞാൻ അവളോട് 1 തവണ മാത്രമേ അങ്ങനെ പെരുമാറിയുള്ളൂ എന്ന് സന്തോഷിന്റെ വായിൽ നിന്ന് വീഴുന്നു. മാത്രവുമല്ല, അവിടെയുണ്ടായിരുന്ന ACPയോട്, ഈ ഒരു കേസ് തേച്ചുമാച്ച് കളയുവാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തന്നതല്ലേടാന്ന് ചോദിക്കുന്നതോടുകൂടി സന്തോഷാണ് പ്രതി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. സന്തോഷിന്റെ വായിൽ നിന്ന് തന്നെ അത് വീഴുകയും ചെയ്തല്ലോ. അതോടെ കോടതിയാണെങ്കിലോ സന്തോഷിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ്. പോലീസ് യൂണിഫോം ദുരുപയോഗം ചെയ്തതിന് ACPക്കും ശിക്ഷ വിധിക്കുന്നു. ACPയുടെ ജോലിയും പോവുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസ് തെളിയിക്കുവാനായിട്ട് സഹായിച്ച മൂർത്തിയെയും കോടതി അഭിനന്ദിക്കുകയാണ്. അങ്ങനെ മൂർത്തി സന്തോഷത്തോടുകൂടി കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവിടെ പ്രേമയും ഉണ്ടായിരുന്നു. പ്രേമ മൂർത്തിയെ നോക്കി നന്ദി പറയുകയാണ്. അതോടുകൂടി ഈ സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.